Good morning. Good morning. Good morning. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ? വില്ലേജ് വേസ്റ്റിന്റെ PDF ഒക്കെ എടുത്തോ? നമ്മുടെ ക്ലാസ് കഴിയാറായി വില്ലേജ് വേസ്റ്റിന്റെ. അപ്പോ അത്യാവശ്യം നിങ്ങൾ വായിച്ചൊക്കെ മനസ്സിലാക്കി കാണും അല്ലേ? കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാലും ലാസ്റ്റ് ടോപ്പിക് നമ്മൾ ഇച്ചിരി സ്പീഡിലാണ് എടുത്തതെന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ പറയേണ്ടതുണ്ട്. എങ്ങനെ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? PDF ഒക്കെ അങ്ങനെ വായിച്ചിട്ട് എന്തൊക്കെയുണ്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചോ? ആരെങ്കിലും ഒന്ന് പറയാമോ? റെസ്പോണ്ട് ചെയ്യാമോ? പഠിച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് വില്ലേജ് വേസ്റ്റ് അപ്പൊന്നോളൂ പറഞ്ഞോട്ടെ. 7 ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയെന്നൊന്ന് പറയൂ. ഹലോ, കുറച്ചു നേരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തല്ലേ? അപ്പൊ ഒന്ന് ആരെങ്കിലൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. വില്ലേജ് വേസ്റ്റ് നമ്മൾ പഠിച്ചു, അതെന്താണ്, ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് വില്ലേജ് വേസ്റ്റ്, അത് എന്തുകൊണ്ട് അത്രയും കെയർ ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്, അത് എത്ര തരത്തിലുണ്ട്, അതെങ്ങനെയാണ് നമ്മള് അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കണേന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാനല്ലെങ്കിൽ ഓരോന്നോരോന്ന് ആരോടെങ്കിലും ചോദിക്കണോ ഓരോരുത്തരെന്നോ പറഞ്ഞാലും മതി. കുറച്ചു നേരം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ അങ്ങനെ കൂടുതലായിട്ട് ഒന്നിച്ചു വരില്ലേ? നിങ്ങളുടെ PDF ഇങ്ങനെ നോട്ടുകൾ ഒന്നിച്ചു വരും. എന്തായാലും ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒരു PDF ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചെടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. ക്വസ്റ്റ്യൻസ് എനിക്ക് തരാനുണ്ട്. അപ്പോ ഇന്ന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തരണം. അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചതൊന്ന് പറയൂ. ഒന്നും മനസ്സിലായി പോയില്ലായിരുന്നോ? വില്ലേജ് വേസ്റ്റിനെ കുറിച്ച് ഏതെങ്കിലും ടൈപ്പ് ഒന്ന് പറയാം. മെർക്കുറിസ് വില്ലേജ് വേസ്റ്റിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയാം. മെർക്കുറിസ് വില്ലേജ് വേസ്റ്റിനെ കുറിച്ച് ആരോ ഒരാള് റെസ്പോണ്ട് പറയാമെന്ന് പറഞ്ഞതാണോ? ഞാൻ കണ്ടില്ല. പറഞ്ഞോ, മെർക്കുറിസ് വില്ലേജ് വേസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ആരുമില്ല. പഠിച്ചു പോണില്ലേ നിങ്ങള്? അതോ മനസ്സിലാവാഞ്ഞിട്ടാണോ? ആക്ച്വലി എന്താ സംഭവം? മനസ്സിലാവാഞ്ഞിട്ടാണോ അത് നിങ്ങൾ പഠിക്കാനായിട്ടാണോ? ഞാൻ മ്യൂട്ടൊന്നും ആക്കിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് സംസാരിക്കലോ? ഓക്കെ, ഒന്ന് പറയുമെന്ന്. മെർക്കുറിസ് വില്ലേജ് വേസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് മലയാളത്തിൽ പറഞ്ഞാലും മതി, ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാ മെർക്കുറിസ് വില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ മഴ കാരണം കട്ടായി പോവുകയാണ്? അത് മാത്രം. ബാക്കി ആർക്കെങ്കിലും? ഓക്കെ, നെറ്റ് ഇഷ്യൂ ഉള്ളവർക്ക് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിവേ നമ്മള് PDF ഒക്കെ എടുത്ത് കഴിയുന്ന ടൈമിലെങ്കിലും ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കൂട്ടാ. കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലായെന്ന് ഞങ്ങൾക്കും കൂടി ഉറപ്പ് വേണ്ടേ? എന്നാലല്ലേ എന്താ പറയാ പഠിച്ചു പോകുന്നുണ്ടെന്ന് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പോ ഇനി നെക്സ്റ്റ് ടൈമില് നമ്മൾ എടുക്കുമ്പോ മഴയാന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ ഒന്നും അത്യാവശ്യം മഴയില്ല കേട്ടോ. പറവൂർ ഏരിയയില് ഇപ്പോ നിലവിൽ മഴയില്ല. അവിടെയൊക്കെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. എനിവേ നിങ്ങള് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് തന്നെ മനസ്സിലൊക്കെ കുറിച്ച് വെക്കുക. എന്നാലും മലയാളത്തിലേക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തയ്യാറാവേണ്ടതായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈമില് ഇവിടെ മഴയെന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ടൈമില് നമുക്ക് അത് ഇങ്ങനെ എന്താ പറയാ റീസൺ ആണോന്ന് അറിയില്ല. എനിവേ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കണ്ട. ലാസ്റ്റ് പോർഷൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഒത്തിരി സ്പീഡിലാണ് എടുത്തുപോയത്. റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തന്നെ പറയണേ. എന്തോ ഇവിടെ അത്ര പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും മഴയാണെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കും. എനിവേ നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കാം. എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. ഇതാണ് എന്താ റെഗുലേറ്ററി ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് വേസ്റ്റ് ആണ്. നമ്മളത് സ്പീഡിലാണ് എടുത്തു പോയത്.
കാര്യം 2 ടോപ്പിക്, മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് ഇതുമാണ് പറഞ്ഞു നിർത്തിയത്. എന്നാലും അത് മനസ്സിലാക്കിയിട്ട് ഇച്ചിരി സമയമെടുത്തു അല്ലെ. ഇപ്പൊ കുറച്ച് റെഗുലേഷൻസ് ഒക്കെ ആയത് കൊണ്ട് ഇതിനും കൂടി സമയമെടുത്തു. ഇനി വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും നിങ്ങളുടെ എന്താ പറയുന്ന എല്ലാവർക്കും ഒരു പ്രോബ്ലം സംഭവിക്കുന്നത് കൊണ്ട് വീണ്ടും എല്ലാവരെയും ഒന്ന് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇനി ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ തരുന്ന ടൈമിൽ ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താറുണ്ടല്ലോ, അപ്പൊ അതിനോടൊപ്പം നിങ്ങൾക്ക് പറഞ്ഞു പോരാൻ സാധിക്കുമായിരിക്കും. ഇതിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ കൊണ്ട് എല്ലാവർക്കും റിയാക്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അപ്പോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. അതായത് നമുക്ക് ഈ വില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇപ്പോ ടെക്നോളജി അല്ലെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ടെക്നോളജി വളർന്നു വരുന്ന സാഹചര്യത്തില് ആ ടെക്നോളജി ഉപയോഗിച്ച് ഈ വില്ലേജ് വേസ്റ്റ് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അല്ല, ഫസ്റ്റ് വൺ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ആണ് പറഞ്ഞത്. എന്താ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഇപ്പോഴത്തെ ആദ്യം നമ്മൾ ഈ ടെക്നോളജി വളരുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി വരുന്ന റോബോട്ട് അല്ലെ, റോബോട്ടിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെയാണ് നമുക്ക് ഓരോരോന്ന് സോഫ്റ്റ്വെയർസും എല്ലാ സിസ്റ്റത്തിലും ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഒരുപാട് വേറെ ടെക്നോളജിനെയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. പക്ഷെ വളരെ ചെറുപ്പത്തിൽ നമ്മൾ ആദ്യം കേട്ട് പരിചിതമായ ഒരു കാര്യമാണ് റോബോട്ട്. അപ്പോ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്താണെന്ന് നോക്കാം. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജി ആർ ബീയിങ് awarded to handle dangerous waste safely and skillfully. This can help lessen the risk of exposure for healthcare workers and make better the accuracy and speed of waste handling and disposal. നിങ്ങൾക്ക് പറഞ്ഞു പോയ കാര്യം തന്നെയാണ്, അതുകൊണ്ട് ഇത്തിരി സ്പീഡിൽ ഞാൻ പറയുകയാണ്. അതായത് ഈ വേസ്റ്റുകളെല്ലാം എന്താ പറയുക, മാനുവലി ഹെൽപ്പ് കൊടുക്കാതെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടിക് ആയിട്ട് അത് തരംതിരിച്ച് ആ വേസ്റ്റുകളെല്ലാം കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. അത് നമുക്ക് എന്താ പറയുക, ഹ്യൂമൻ റിസോഴ്സസ് അല്ല, അതിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താ മെഷീൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ വേസ്റ്റുകളൊക്കെ തരംതിരിച്ച് സ്പീഡിലി അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലാക്കുന്നതാണ് എന്ത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇനി ബയോ റെമഡിയേഷൻ എന്താണെന്ന് നോക്കാം. ദിസ് ടെക്നോളജി യൂസസ് natural biological process to break down dangerous waste. This can be an effective and environment friendly approach to spill waste management. എന്താ പറയുക, എൻവയോൺമെന്റിനോടും അതായത് പരിസ്ഥിതിയോടും ഇണങ്ങുന്ന വിധത്തിലുള്ള ബയോളജി ടെക്നിക്കുകൾ, അതായത് അത്തരത്തിലുള്ള എന്താ പറയുക ചെറിയ ചെറിയ ഇതുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ഈ വേസ്റ്റുകൾ നിർമ്മാണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ദെൻ പ്ലാസ്മ ആർ ക്ലാസിഫിക്കേഷൻ, അതെന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കുക കൂടുതൽ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട്. തീർച്ചയായിട്ടും ക്ലാസ് ഇതില് ചെയ്തിരിക്കും, മാനേജ്മെന്റ് എന്തായാലും അത് എടുത്തിരിക്കും. അപ്പോ നോക്കാം, റെക്കോർഡ് ക്ലാസ്സും കൂടെ അപ്ലോഡ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും മാനേജ്മെന്റിന് ഒരു ഡിസിഷൻ ഉണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും തോന്നണം. പ്ലാസ്മ ആർ ക്ലാസിഫിക്കേഷൻ എന്താ അതിൽ പറയുന്നത് എന്താണ്? പ്ലാസ്മ ആർ ക്ലാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ്, അതായത് കൂടുതൽ ടെമ്പറേച്ചർ, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. കൂടുതൽ ടെമ്പറേച്ചർ കടത്തി വിട്ടിട്ട് ആ വേസ്റ്റുകളെ പെട്ടെന്ന് എന്താ പറയുക, നമ്മളിപ്പോ അറിയാലേ ഒരു കുറെ, ഞാൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ മാതിരി കുറെ ചവറുകളെല്ലാം കുട്ടിയിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും തീയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് വളരെ കുറഞ്ഞതായിട്ട് വരും. കാര്യം അത് വേസ്റ്റ് ആണ്, പക്ഷെ അത് ബൾക്കായിട്ടുള്ള സംഭവത്തിന് ചാപ്റ്റർ കഴിയാറായി 31 ഓക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്നത്, അത്രയും വലിയത് ഒരുപാട് വേസ്റ്റുകളെ കുറച്ച്, അതായത് എന്തെങ്കിലും ടെമ്പറേച്ചർ ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും പ്ലാസ്മ ക്ലാസിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് അതിനെ റിമൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതിനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പ്ലാസ്മ ക്ലാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് that uses a high temperature to break down unsafe waste, including village waste, into its consistent components. This technology can minimize the volume of waste, lessen the risk of exposure to dangerous substances, and regain valuable materials for reuse. നമുക്കറിയാം ചില സാധനങ്ങളൊക്കെ വീണ്ടും റീയൂസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത്.
അപ്പൊ കുറച്ച് സംഭവങ്ങളൊക്കെ എന്താ പറയുക ടെമ്പറേച്ചർ ഒക്കെ കൊടുത്തു നമ്മളതിനെ നമ്മൾ പറയില്ലേ ചില സമയങ്ങളിലെല്ലാം ഓരോ പ്രൊസീജിയർ ഒരേ പ്രൊസീജിയർ ഒന്നും അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ആണ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൊടുത്തിട്ട് വേസ്റ്റിനെ നമ്മൾ ഒന്നില്ലെങ്കിൽ അതിനെ കുറച്ചുകൊണ്ട് മിനിമൈസ് വരുത്തി അതിനെ വീണ്ടും ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ആക്കി എടുക്കുകയാണ്. അതല്ലെങ്കിൽ എന്താ പറയുന്നത് അതിന്റെ ആ കോമ്പോണൻസ് വീണ്ടും റീയൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പിന്നുള്ളത് ഗ്രീൻ കെമിസ്ട്രി. അതെന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് reducing the use and the generation of a dangerous substance. This can help bring down the amount of dangerous waste produced, including leakage waste. ഇതെന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ പരിസ്ഥിതി തന്ത്രം രസതന്ത്രം എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹസാർഡായിട്ട് ഒരുപാടുള്ള സംഭവങ്ങൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് ലീക്കേജ് വേസ്റ്റുകളിൽ നിന്നും കണ്ടെത്തിയിട്ട് അത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റുകളെല്ലാം ഗ്രീൻ കെമിസ്ട്രി പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തെടുക്കുന്ന ഒരവസ്ഥയാണ്. Nanotechnology. Nanotechnology is being developed to give more effective and environment-friendly solution for dangerous waste management, which includes spillage waste. For example, nanoparticles can be used selectively to blind hazardous substance, making them easier to eliminate and dispose of safely. നിങ്ങൾ ഇതിന്റെ പോയിന്റ്സ് മനസ്സിലാക്കിയെടുത്തില്ല. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ആറ്റവും തന്മാത്രകളൊക്കെ രൂപീകരിച്ചിട്ട് വലിയ ഈ ഇത്തരത്തിലുള്ള വലിയ എന്താ പറയുക വേസ്റ്റുകളെല്ലാം അത് വളരെ ചെറിയ കണികകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്നോളജി വികസിപ്പിച്ചിട്ട് അത് റിമൂവ് ചെയ്യുന്നത്, അത്തരം വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഈ ശരിക്കും ഇതിന്റെ നെയിംസ് ഒക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും ഇതൊന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലെ. പക്ഷെ ഇത്തരത്തിലുള്ള ടെക്നിക്സ് ഒക്കെ ഇന്ന് ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് എന്ത് സംഭവമാണെന്നൊന്നും മനസ്സിലാക്കാതെ ഇരിക്കരുത്. അതായത് ഇതൊരു നാനോ ടെക്നിക്സ്, ഇതൊക്കെ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൂതനമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ടെക്നോളജി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചതാണ് കേട്ടോ. ഇതൊന്നും കൂടി എന്താ പറയുക വെറുതെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളൊന്നും മനസ്സിലാക്കി തന്നേ ഉള്ളൂ. എന്തെങ്കിലും ഞാൻ എന്നാ കണ്ടിന്യൂ, അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താനായിട്ട് നോക്കിക്കോട്ടെ. ഈ ടോപ്പിക്ക് നിർത്തിക്കോട്ടെ. ഇത് അതായത് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഓക്കെ എന്ന് പറയുന്നത്. സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം കുറെ ക്ലാസ്സുകൾ എടുത്തുട്ടാ. ഇന്നും നിങ്ങൾ കേട്ട നിങ്ങൾ മടുത്തു ശരിക്കും പറഞ്ഞാൽ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 10 മിനിറ്റ്സിൽ ചോദിക്കാം. അപ്പോ എന്താ പറയാ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നിങ്ങള് നോട്ട്ബുക്സ് ഒക്കെ എടുത്തോ, ക്വസ്റ്റ്യൻസ് ചെയ്താലോ? അപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ഈ ക്ലാസ്സിലെ മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാം. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേബലിംഗ് ആൻഡ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ബുക്സ് എടുത്തോ? ഓക്കെ. അപ്പൊ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേബലിംഗ് ആൻഡ് signage in spillage waste management? What is the purpose of labeling and signage in spillage waste management? Signage എന്ന് വെച്ചാൽ പബ്ലിക്കിനൊക്കെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് അല്ലെ, എല്ലാവർക്കും മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു സിഗ്നൽ അല്ലെ ലേബലിംഗ്. സിഗ്നേജിന്റെ സ്പെല്ലിംഗ് SIGNAGE.
What is the purpose of labeling and signage in spillage waste management? Spillageന്റെ മീനിങ് എന്ന് വെച്ചാൽ പബ്ലിക്കിനൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്, ആർക്കും മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു ഡിസൈൻ അല്ലെ. അതിന്റെ ആൻസർ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തോ. ഫസ്റ്റ് വൺ ഒന്നുകൂടെ പറയാമോ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ്, എന്താണ് അതിന്റെ ഉദ്ദേശം ഓഫ് ലേബലിംഗ് ആൻഡ് സിഗ്നേജ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? What is the purpose of labeling and signage in spillage waste management? Answer note ചെയ്യാം. First one A, to identify hazardous materials. This one A, to identify hazardous material. To identify hazardous materials. Next one B, to warn of potential hazards. To warn of potential hazards. To warn, WARN, warn of potential hazards. Third one C, to provide instruction for spill response. To provide instruction for spill response. To provide instruction for spill response. Then last one in the D, all of the above. Last one, all of the above. Responding to provide instructions for spill response. എന്തിനാണ് ഈ ലേബൽ ചെയ്യുന്നത്? ഇതൊക്കെ എന്താ പറയണ, നമ്മളെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ലേബൽ ചെയ്ത ഹസാർഡ്സ് കണ്ടെയ്നറിലൊക്കെ നിക്ഷേപിക്കണം എന്ന് പറയില്ലേ? എന്തിനു വേണ്ടിയിട്ട്? ടു ഐഡന്റിഫൈ ഹസാർഡ്സ് മെറ്റീരിയൽ, അത് അപകടകരമായ മെറ്റീരിയൽ ആണെന്ന് അറിയാൻ. ടു വാൺ ടു പൊട്ടൻഷ്യൽ ഹസാർഡ്സ്, അതിനു വേണ്ടിയിട്ട് വാൺ ചെയ്യുന്നത് അല്ലെ, നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. Then next, to provide instruction for spill response. ഇതിന്റെ സ്പെല്ലിംഗ് to provide instructions, നിർദ്ദേശങ്ങൾ for spill response, അതായത് ആ ചോർച്ചയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, അതായത് ഇത് തൊടാൻ പാടില്ല അല്ലെ, ഇത് ഡേഞ്ചറസ് ആണ്. D, to provide, answer all of the above. Answer ആണ് നിങ്ങൾ പറയുന്നത് all of the above. Okay, good. Answer D, all of the above. കിട്ടിയോ? What is the purpose of labeling and signage in spillage waste management? One question. Then answer number 1A, to identify hazard materials. B, to warn of potential hazards. C, to provide instruction for spill response. Response in the spelling to the RESPONSE. Response D, all of the above. The answer എന്താണ്? all of the above. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്നത്. The next question, what is the purpose of a spill response plan? What is the purpose of a spill response plan? നമ്മള് ഒരു എന്താ പറയണ, നമ്മള് ഒരു സ്പില്ലേജ് വേസ്റ്റിൽ പറഞ്ഞു റെസ്പോൺസ് പ്ലാനിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അത് ഏതിലാണ്? കെമിക്കൽ അല്ലെ, അത് കെമിക്കലിലാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സ്പിൽ റെസ്പോൺസ് പ്ലാൻ? എന്താണ് ഈ റെസ്പോൺസ് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യം? വാട്ട് ഈസ് ദ പർപ്പസ്, എന്താണ് അതിന്റെ ഉദ്ദേശം? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സ്പിൽ റെസ്പോൺസ് പ്ലാൻ? എല്ലാത്തിലും ഉണ്ട് റെസ്പോൺസ് പ്ലാൻ അല്ലെ. അപ്പോ അതില് എന്താ ആൻസർ എന്താ? ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്. നമ്മള് എന്താ എപ്പോഴെങ്കിലും ഇതെല്ലാം കൃത്യമായി അല്ലെ, ലാസ്റ്റ് വൺ എപ്പോഴും എന്താണ് റെക്കോർഡ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ എന്തെങ്കിലും റെഗുലേഷൻസ്, സ്പിൽ റെസ്പോൺസ്, സ്പിൽ റെസ്പോൺസ്.
പ്ലാൻ, PLAN, പ്ലാൻ, അവസാനം പ്ലാൻ ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സ്പിൽ റെസ്പോൺസ് പ്ലാൻ? ആൻസർ എന്താ? ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻ. കംപ്ലൈൻസ്, COMPLIANCE, കംപ്ലൈൻസ് പാലിക്കാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം റെഗുലേഷൻസ് ഒക്കെയാണ് അതൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പുവരുത്തുന്നത്. നമ്മളിതെല്ലാം പാലിച്ചു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് റെസ്പോൺസിബിൾ അല്ലെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യണം. അതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. To ensure compliance with the regulation. Answer to ensure, ensure ഉറപ്പുവരുത്തുക. ENSURE, ensure, to ensure compliance with the regulation. To ensure compliance with the regulation. To ensure compliance with the regulations. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ അല്ലേ? What is the purpose of a spill response plan? Answer to ensure compliance with the regulations. എല്ലാവർക്കും എഴുതിയിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Okay. Then next question. Which of the following is a benefit of? Which of the following is a benefit of? Which of the following is a benefit of proper spillage waste management? Proper spillage waste management. എന്ത് ബെനിഫിറ്റാ ശരിക്കും കിട്ടാ? പ്രോപ്പർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്താൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബെനിഫിറ്റ് ഓഫ് പ്രോപ്പർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? നോക്കാം, പോയിന്റ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് വൺ എ, reduced environmental impact. Reduced environmental impact. ചോദ്യം എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. Which of the following is a benefit of a proper spillage waste management? ചിലതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് എഴുതാനൊക്കെ അറിയാൻ പറ്റും അല്ലെ? മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ഇതൊക്കെ സ്പീഡിലേക്ക് ഷോർട്ട് ആയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതി തീരും. Which of the following is a benefit of a proper spillage waste management? പോയിന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എ, റെഡ്യൂസ്ഡ് എൻവയൺമെന്റൽ ഇമ്പാക്ട്. അല്ലെ, നമുക്ക് എപ്പോഴും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഉറപ്പുവരുത്തുന്നത്. റെഡ്യൂസ്ഡ് എൻവയൺമെന്റൽ ഇമ്പാക്ട്. സെക്കൻഡ് വൺ ബി, ഇംപ്രൂവ്ഡ് പബ്ലിക് ഹെൽത്ത്. നമ്മൾ എപ്പോഴും വില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ജനങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Improved public health. Then third one C, increased efficiency. Third one C, increased efficiency. A ഒന്നും കൂടി പറയണം. Reduced environmental impact. This one A, reduced environmental impact. Impact IMPACT. Then second one B, improved public health. Improved public health. Then third one C, increased efficiency. അല്ലെ, കാര്യക്ഷമമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് പോകണം എന്ത് സംഭവിച്ചാൽ അല്ലെ. Increased efficiency. Increased efficiency. D, all of the above. Third one D, all of the above. Answer എന്തായിരിക്കും? D, all of the above. Okay. ഇതെല്ലാം നമുക്ക് എന്തിന് പ്രോപ്പർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നേടാവുന്നതാണ്. ഫസ്റ്റ് വൺ എ, റെഡ്യൂസ്ഡ്. ഓക്കെ, ഗുഡ്. എല്ലാവരും തന്നെ ആൻസർ ചെയ്യുന്നുണ്ട്. Reduced environmental impact. Second one B, improved public health. Third one, increased efficiency. Then fourth, all of the above. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the purpose of a personal protective equipment? What is the purpose of a personal protective equipment? എന്തായിരിക്കും ഷോർട്ട് ഫോം? PPE.
What is the purpose of a personal protective equipment? PPE in spillage waste management. എവിടെ spillage waste management കൈകാര്യം ചെയ്യുന്ന ടൈമില് PPE കിറ്റിന്റെ പർപ്പസ് ഉദ്ദേശം എന്താണ്? What is the purpose of a personal protective equipment? PPE in spillage waste management. What is the purpose of a personal protective equipment? ചോദ്യം, what is the purpose of a personal protective equipment? ബ്രാക്കറ്റിൽ PPE കൊടുക്കുക, കാരണം ഇടയ്ക്ക് വായിക്കുമ്പോൾ നമുക്കത് എന്താ പറയാ ഓർമ്മയിൽ വരും. PPE ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. In spillage waste management. Spillage waste management. ചോദ്യം, what is the purpose of a personal protective equipment in spillage waste management? ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും അത്? PPE കിറ്റ് ഇട്ടുകൊണ്ട് പോണത് എന്തിനാ? ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റുമോ? എന്തിനാ PPE കിറ്റ് ഇട്ടുകൊണ്ട് പേഴ്സൺസ് അത് കൈകാര്യം ചെയ്യാൻ പോണത്? എന്തിനു വേണ്ടിയിട്ടാ? Yes, good. Protection. സുനിലാസുനിയും പറഞ്ഞു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. To protect workers from hazard materials. ആൻസർ അതാണ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ. ഗുഡ്. പറഞ്ഞു ഓക്കെ ഓക്കെ. അവോയ്ഡ് ഇൻഫെക്ഷൻ, അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോ നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? എന്താണ് ആൻസർ? ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ഹസാർഡ്സ് മെറ്റീരിയൽ. അല്ലേ? എന്തെങ്കിലും അപകടകരമായ മെറ്റീരിയൽസും എന്തെങ്കിലും വരികയാണ്, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ മാതിരി ഇൻഫെക്ഷൻസ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. To protect workers from hazardous materials. To protect workers from hazardous materials. The next question like പോകാം. കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്നോട് പറയാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? ആൻസർ, ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ഹസാർഡ്സ് മെറ്റീരിയൽസ്. Then next one, which act considered for the safety of workers? നമ്മൾ പറഞ്ഞ കുറെ ആക്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, നമുക്ക് വേണ്ടിയിട്ട് എൻവയൺമെന്റിനും എന്താ പറയുക ഹെൽത്തിനും വേണ്ടിയിട്ടൊക്കെ കുറെ ആക്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. Which act considered for the safety of workers? അത് ഏത് ആക്ട് ആണ്? നിങ്ങൾക്ക് 2-3 ആക്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ ആക്ടുകളുണ്ട്, അത് ഒന്നും അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ഇങ്ങനെ കുറെ ആക്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളിലായിട്ടാണ് 2-3 പറയാത്. പക്ഷെ നിയമങ്ങളൊക്കെ ഉണ്ട് ഇത്തരം വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോ അതില് ഒരു ആക്ട് എന്ന് പറയുന്നത് വിച്ച് ആക്ട് കൺസിഡേർഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. അവിടെയുള്ള വർക്കേഴ്സിനെ എല്ലാവർക്കും സേഫ്റ്റി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ഏതാണ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടാവും? ഷോർട്ട് ഫോം എഴുതിയാ മതി. Which act considered for എല്ലാം ഗൈഡ് ലൈൻസിലൊക്കെ ഉള്ളതാണ്. അതിന് എസ്പെഷ്യലി പറയുന്നുണ്ട് OSHA ആക്ട്. എന്താണ്? ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആക്ട്. OSHA ആക്ട്. OSHA ആക്ട് അതിന്റെ ഫുൾ ഫോം എന്താ? ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആക്ട്. ഹെൽത്ത് എന്താ പറയുക, ആക്ട് വെച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തരണമെന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യലി എടുത്തതാണ്. വിച്ച് ആക്ട് കൺസിഡേർഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്?
അപ്പോ അതിന്റെ ആൻസർ OSHA ആക്ട്, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആക്ട്. കിട്ടിയോ? OSHA ആക്ട്, ഫുൾ ഫോം ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആക്ട്. Then നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്? അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ട് അടുത്തത് എഴുതിയാൽ മതിയോ? അല്ലെങ്കിൽ ഞങ്ങൾ എഴുതി തീർക്കണോ? കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം? തമ്പയച്ച് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. എന്നാ നമുക്ക് ഇത് തീർത്ത് വെച്ചേക്കാം. അപ്പൊ ഈ ലെസണുകൾ നമുക്ക് അവസാനിപ്പിക്കാലോ. അപ്പോ വിച്ച് ആക്ട് കണ്ടിന്യൂ. ഓക്കെ, എന്നാ എഴുതിക്കോ. വിച്ച് ആക്ട് കൺസിഡേർഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്? വിച്ച് ആക്ട് കൺസിഡേർഡ്, കംപ്ലീറ്റ് ചെയ്യാം. വിച്ച് ആക്ട് കൺസിഡേർഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്? കഴിഞ്ഞോ? സോറി, ഇല്ല. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഇത് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്? ഞാൻ നിങ്ങളുടെ മെസ്സേജിലേക്ക് ആയിപ്പോയി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്? അത് നിങ്ങൾക്ക് എളുപ്പം അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? What is the meaning of a hazardous waste? ആൻസർ ഞാൻ പറയാം, നേരെ കളയണ്ട. വേസ്റ്റ് ദാറ്റ് ഈസ് ടോക്സിക് ഓർ റിയാക്റ്റീവ്. എന്തെങ്കിലും എന്താ പറയാ, വിഷമകരമായിട്ടുള്ള എന്തെങ്കിലും നിർമ്മിക്കും അല്ലെ, അവിടെ നിന്ന് ഒരു അത്തരം വേസ്റ്റുകളിൽ നിന്ന് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാകാം. ഓർ റിയാക്റ്റീവ്, എന്തെങ്കിലും പ്രകൃതിയോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ പ്രകൃതിയോ കണ്ടില്ലേ, ശരിക്കും ഓർണമെന്റ്സിനെ വരെ എന്താ പറയാ അതുമായി ബന്ധപ്പെട്ട് വരെ അത് എന്താ പറയാ അത് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. ലോകങ്ങൾ തമ്മിലുള്ള റിയാക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇതിനെ എന്താ പറയുന്നത്, ഹസാർഡ്സ് വേസ്റ്റ് എന്നാണ് പറയുന്നത്. വേസ്റ്റ് ദാറ്റ് ഈസ് ടോക്സിക്, ടോക്സിക് സ്പെല്ലിങ് TOXIC, ടോക്സിക് or reactive. ചോദ്യം ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ് ആണ് ചോദ്യം. ആൻസർ വേസ്റ്റ് ദാറ്റ് ഈസ് ടോക്സിക് ഓർ റിയാക്റ്റീവ്. സാധാരണ വേസ്റ്റ് പോലെയല്ല, അത്തരം വേസ്റ്റുകള് അപകടകരമാണ് അല്ലെ? ടോക്സിക് ഓർ റിയാക്റ്റീവ്. വേസ്റ്റ് ദാറ്റ് ഈസ് ടോക്സിക് ഓർ റിയാക്റ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. കിട്ടിയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, ആൻസർ ഒന്നുകൂടിയോ? ആൻസർ വേസ്റ്റ് ദാറ്റ് ഈസ് ടോക്സിക് ഓർ റിയാക്റ്റീവ്. ടോക്സിക് ഇൻ സ്പെല്ലിംഗ് TOXIC ഓർ റിയാക്റ്റീവ്, റിയാക്റ്റീവ് REACTIVE. ടോക്സിക് or reactive. Then next questionലേക്ക് പോകാം. Which of the following is an example of, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. Which of the following is an example of non-hazardous waste? Non-hazardous waste. നിങ്ങൾ ആദ്യം തന്നെ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് ഇത്രയും കാര്യമായിട്ട് പഠിക്കണേ എന്നുള്ളത് അറിയണമല്ലോ. അപ്പൊ ഹസാർഡ് വേസ്റ്റ് എന്താണ്, നോൺ ഹസാർഡ് വേസ്റ്റ് എന്താണ്, സ്പില്ലേജ് വേസ്റ്റ് എന്തുകൊണ്ടാണ് ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത് എന്നൊക്കെ ഉള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇപ്പം എന്താ പറയണ ഈ ലെസൺ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ് PP കിറ്റ് ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ, which of the following is an example of a non-hazardous waste?
Which of the following is an example of a non-hazardous waste? Not affect environment. Yes, good. നമുക്ക് എൻവയൺമെന്റിനൊന്നും അഫക്ട് ചെയ്യാത്തത് ഇവിടെ തന്നെയാണ്. Then ആൻസർ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുകയാണ്. ഫുഡ് വേസ്റ്റ് അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാനും കൂടി വേണ്ടിയിട്ട്. ഫുഡ് വേസ്റ്റ് നമ്പർ 1 A, ഫുഡ് വേസ്റ്റ്. സെക്കൻഡ് 1 പേപ്പർ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്. C, ഗ്ലാസ് വേസ്റ്റ്. Number 1 food waste, second 1 B, paper waste, C, glass waste. ഗ്ലാസ് ഒക്കെ നമ്മുടെ കൈ കൊണ്ട് മുറിയൊക്കെ ചെയ്യും, അപകടകരമൊക്കെയാണ്. എന്നാലും എൻവയൺമെന്റിനെ അത്രയും അതല്ലേ കുറെ നാൾ അവിടെ കിടന്നു വെച്ചുകൊണ്ട് നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മുറിയുന്നുണ്ട്. പക്ഷെ അത് അവിടെ കിടന്നു വെച്ച് എന്താ പറയാ പ്ലാസ്റ്റിക് കിടക്കുന്ന അത്രയും ഡേഞ്ചറസ് അല്ല, പ്രകൃതിയുമായിട്ട് അത്ര പ്രോബ്ലംസ് വരുന്നില്ല. ഗ്ലാസ് വേസ്റ്റ്. C, glass waste. D എന്തായിരിക്കും? All of the above. D, all of the above. Okay. എന്താണ് ഫുഡ് വേസ്റ്റ്? then second one paper waste, glass waste, then D, all of the above. എന്തായിരിക്കും? D, answer D, all of the above. Which of the following is an example of a non-hazard waste ആണ് പറഞ്ഞത്. നമുക്ക് പ്രകൃതിയുമായി കുഴപ്പമില്ലാതെ ഇണങ്ങി ചേരുന്ന വേസ്റ്റുകളാണെങ്കിലാണ് അത്തരം വേസ്റ്റുകളെ നമുക്ക് നോൺ ഹസാർഡ് വേസ്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി കൺസേൺ? വാട്ട് ഈസ് ദ പ്രൈമറി? രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിരുന്നില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി കൺസേൺ? What is the primary concern when dealing with the chemical spillage waste? When dealing with the chemical spillage waste. So, what is the primary concern? Concern is spelling as CONCERN. Concern, ആശങ്ക. What is the primary concern when dealing with the chemical spillage waste? When dealing with the chemical spillage waste. So, number 1 A, environmental contamination. Environmental contamination. പ്രകൃതിയുടെ കണ്ടാമിനേഷന്റെ മേത മലിനീകരണം. Environmental contamination. Second one B, fire and explosion risk. Fire and explosion risk. Explosion EXPLOSION. Explosion. Fire and explosion risk. Risk RISK. Risk. Then exposure to toxic EXPOSURE. Exposure to toxic substances. വിഷപരമായിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ചെറിയ ചെറിയ ഘടകങ്ങളൊക്കെ വരിക. Exposure to toxic substances. ഒന്നുകൂടി പറയാം. നമ്പർ 1 A, environmental contamination. CONTAMINATAUN. Contamination. Fire and explosion risk. Then third one C, exposure to toxic substance. Exposure to toxic substances. Then D, all of the above. Question onnu kudi parayam. What is the primary concern?
What is the primary concern when dealing with the chemical spillage waste? Concerned meaning നോക്കിയാൽ മതി. അതായത് ആശങ്കപ്പെടുക അല്ലെ. ഡീലിംഗ് വിത്ത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ആശങ്കകൾ ഉണ്ടാകാം? അത് സാധാരണ സ്പില്ലേജ് വേസ്റ്റ് അല്ല. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് അത് ഭയങ്കര കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അത് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ അതുമായിട്ടുള്ള എന്തൊക്കെ ആശങ്കകൾ ഉണ്ടാകാമെന്നാണ് പറയുന്നത്. ആൻസർ എൻവയൺമെന്റൽ കണ്ടാമിനേഷൻ, ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ റിസ്ക്, സി എന്താ എക്സ്പോഷർ ടു ടോക്സിക് സബ്സ്റ്റൻസസ്, ദെൻ എന്തായിരിക്കും ഡി ഓൾ ഓഫ് അബവ് അല്ലെങ്കിൽ ഓൾ ഓഫ് ദം അല്ല. ഇതെല്ലാം പ്രോബ്ലം ആണ്. ഇതെല്ലാം നമുക്ക് ആശങ്കപ്പെടാവുന്ന കാര്യമാണ് എന്ത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. കിട്ടിയോ? ഈ ക്വസ്റ്റ്യൻ കിട്ടിയോ? Okay. Question ഒന്നും കൂടി പറയുന്നുണ്ട്. What is the primary concern when dealing with the chemical spillage waste? What is the primary concern when dealing with the chemical spillage waste? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാനിട്ടാണോ? What is the primary concern? എന്താണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത്? ഈ കെമിക്കൽ സ്പില്ലേജ് ഡീൽ ചെയ്യുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത്? ഈ പറയുന്ന താഴെ പറയുന്നത് എല്ലാം ആശങ്കപ്പെടാവുന്ന കാര്യമാണ്. എന്ത്? എൻവയൺമെന്റൽ കണ്ടാമിനേഷൻ, ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ റിസ്ക്, എക്സ്പോഷർ ടു ടോക്സിക് സബ്സ്റ്റൻസ്, എന്തെങ്കിലും വിഷപദാർത്ഥം വരാം, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എൻവയൺമെന്റിൽ എന്തെങ്കിലും റിയാക്റ്റീവ് സംഭവിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ആശങ്കപ്പെടാവുന്ന ഒന്നാന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി കൺസേൺ when dealing with the chemical spillage waste? ഇതിൽ ഒരെണ്ണം മാത്രം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. എല്ലാം നമുക്ക് ആശങ്കയ്ക്ക് വകുപ്പുള്ളതാണ്. പ്രൈമറി ആയിട്ട് തന്നെ, അതായത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് all of the above, all of them എന്ന് പറയുന്നത്. Environmental contamination, fire and explosion risk, then exposure to toxic substances, all of them. ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay. Which technology is being? Which technology is being? The question: which technology is being used to automate? Used to automate waste sorting in spillage waste management. നിർത്തി പറയാം. Which technology is being used to automate automatic ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നോളജി ഉണ്ട്. എന്ത്? വേസ്റ്റ് സോർട്ടിംഗ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സോർട്ട് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഏത് ടെക്നോളജി ആണെന്നുള്ളതാണ് ചോദ്യം. Which technology is being used to automate waste sorting in spillage waste management? എന്തായിരിക്കും? നമ്മളിപ്പോ ലാസ്റ്റിൽ കണ്ടതാണ്. എന്താ? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. അതിങ്ങനെ സോർട്ട് ചെയ്തിട്ട് അത് ഹ്യൂമൺ അല്ലാതെ തന്നെ ടെക്നിക്കലായിട്ട് റോബോട്ടിക് ആയിട്ട് സോർട്ട് ചെയ്തിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അതാണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റോബോട്ടിക് ടെക്നോളജി എന്ന് പറഞ്ഞാലും മതി. Which technology is being used to automate waste sorting in spillage waste management? Which technology is being used to automate waste sorting in spillage waste management? Sorting എന്ന് വെച്ചിട്ട് ഓരോന്നും സോർട്ട് ചെയ്യാന്നൊക്കെ പറയില്ലേ? തരംതിരിച്ച് വെച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. ഇതിലേക്ക് പോട്ടെ.
Up the question. Okay. What is the benefit of using? What is the benefit of using? What is the benefit of using nanotechnology in spillage waste management? Answer robotic. Robotic in the spillage ROBOTICS. 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 The next question. What is the benefit of using nanotechnology? What is the benefit of using nanotechnology? In spillage waste management. മിക്കവാറും ഇതെല്ലാം സെയിം ഇതായിരിക്കും. എല്ലാത്തിലും ഇതേ ഇതായിരിക്കും. What is the benefit of using nanotechnology in spillage waste management? മിക്കതിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ആൻസർ വരാം. ചിലപ്പോൾ ഇത് ചോദ്യം ചോദിക്കും വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് പ്ലാസ്മ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ സെയിം ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് നാനോ ടെക്നോളജി ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? What is the benefit of using nanotechnology in spillage waste management? ചോദ്യം കിട്ടിയോ? What is the benefit of using technology in spillage waste management? Okay. Environment friendly, disposal waste safe. ഇതൊക്കെ അപ്പോ നമുക്ക് നോക്കാം. Number 1, improve waste treatment efficiency. അതായത് നിങ്ങൾ പറഞ്ഞ ആൻസർ ഒക്കെ തന്നെയാണ്. ഇംപ്രൂവ്സ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് എഫിഷ്യൻസി. First one, A, improves waste treatment efficiency. Second one, B, improve waste treatment efficiency. Second one, B, enhances waste containment and cleanup. Enhances waste containment and cleanup. അതെല്ലാം കുറച്ച് അതിനെ ക്ലീൻ ആക്കി എടുക്കുക. എൻഹാൻസ് വേസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ക്ലീനപ്പ്. ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആകെ ഡൗട്ട് ആവും, അതാണോ അതാണെന്നൊക്കെ. പക്ഷെ സെയിം മീനിങ് ആണ്. നിങ്ങൾ പറഞ്ഞ അതേ മീനിങ് തന്നെയാണ് ഒന്നുകൂടി പറയുന്നത്. എന്താ? എൻഹാൻസ് വേസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ക്ലീനപ്പ്. കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ചാൽ CONTAINMENT. അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്നൊക്കെ പറയുന്നത്. വേസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ക്ലീനപ്പ്. Enhances waste containment and cleanup. Then third one, C. Supports waste to energy conversion. Supports waste to energy conversion. Support waste to energy conversion. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണമെങ്കിൽ റീയൂസ് ഒക്കെ ചെയ്യാം അല്ലെ. എനർജി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇതെല്ലാം വേസ്റ്റിനെ എല്ലാം ആദ്യം തന്നെ റിമൂവ് ചെയ്യണം. നെക്സ്റ്റ് വേണമെങ്കിൽ എനർജി ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാം. Supports waste to energy conversion. Supports waste to energy conversion. എന്തായിരിക്കും? D, all of the above. Option A ഒന്നുകൂടെ പറയാം. Improves waste treatment efficiency. അതായത് നാനോ ടെക്നോളജി ഉപയോഗിച്ച് എന്താ പറയുക, നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് കാര്യക്ഷമതയോട് കൂടിയിട്ട് വേസ്റ്റിനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇംപ്രൂവ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് എഫിഷ്യൻസി. Improves waste treatment efficiency.
Then second one, B, enhances waste containment and cleanup. Enhances waste containment and cleanup. Then third one, C, supports waste to energy conversion. Supports waste to energy conversion. Then fourth one, all of the above. All of the above. അതിലേ 10 ക്വസ്റ്റ്യൻ മതിയില്ലേ? നീ ഒരു അബദ്ധം കഴിയാൻ പോകും. കിട്ടിയോ? എല്ലാ ക്വസ്റ്റ്യനും കിട്ടിയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും കിട്ടാത്തയുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാത്തയുണ്ടോ? Ninth question. Ninth question, which technology is being used? Which technology is being used to automate waste sorting? Answer പറയാം. To automate waste sorting in spillage waste management. Which technology is being used? Which technology is being used to automate waste sorting? To automate waste sorting in spillage waste management. Spillage waste management. Which technology is being used to automate waste sorting and spillage waste management? And the answer, robotics. Robotics. അല്ലെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എന്ത്, അത് നല്ല സോർട്ടിങ്, ഓട്ടോമാറ്റിക് സോർട്ടിങ് ഒക്കെ ഫംഗ്ഷൻ ഒക്കെ, വേസ്റ്റിന്റെ ഓട്ടോമാറ്റിക് സോർട്ടിങ് ഒക്കെ നടത്തി കൈകാര്യം ചെയ്യുന്നത്. അതാണ് വിച്ച് ടെക്നോളജി എന്ന് ചോദിക്കുന്നത്. ആൻസർ റോബോട്ടിക് ടെക്നോളജി അല്ലെങ്കിൽ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ കൊടുത്താൽ മതി. കിട്ടിയോ? 9th കിട്ടിയില്ലേ? അപ്പൊ ഇനി 10th പോകാം. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് നാനോ ടെക്നോളജി ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? What is the benefit of using nanotechnology in spillage waste management? Answer ABC ആയിട്ടാണ് നോക്കാം. Improve waste treatment efficiency. Then next one, enhances waste containment and cleanup. Then third one, C, supports waste to energy conversion. Supports waste to energy conversion. Then fourth one, D, all of the above. Video. Fourth one ചോദിക്കുന്നുണ്ട്. ചോദ്യം പറയാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? എന്തെങ്കിലും എന്താ പറയുക, നെറ്റ് പ്രോബ്ലം ഇഷ്യൂ കൊണ്ടായിരിക്കും കിട്ടാത്തത്. What is the purpose of a personal protective equipment in PPE? അല്ലെ, അതിന്റെ ബ്രാക്കറ്റില് PPE in spillage waste management. What is the purpose of a personal protective equipment? Answer എന്താ? To protect workers from hazardous materials. ഞാനിങ്ങനെ പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ എന്താ പറയുക, ചെവിയിൽ കേട്ട് നിങ്ങൾ ആൻസർ പഠിച്ചിട്ടുണ്ടോ? അതെ, 10th D എന്ന് പറയുന്ന ആൻസർ D ആണ്. All of the above ആണ്. നിങ്ങൾ പഠിച്ചില്ലേ? ഈ 10th ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഞാൻ അതിന്റെ മീനിങ് അടക്കമാണ് നിങ്ങളോട് പറഞ്ഞത്. എന്താ അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയില്ലേ? യെസ് എന്ന് പറയുന്നുണ്ട്. സുഖരിയ പറയുന്നുണ്ട്. ഗുഡ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് 10 പഠിച്ചിരിക്കുക. യെസ് മാം എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇൻ സ്പില്ലേജ് വേസ്റ്റ്? ആൻസർ എന്താണ്? ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ഹസാർഡ്സ് മെറ്റീരിയൽസ്. ആൻസർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേബലിംഗ് ആൻഡ് സിഗ്നേജ്? First one, what is the purpose of labeling and signage in spillage waste management? And the answer A, B, C are to identify hazardous materials. B, 2, 1, WARI of potential hazards.
Then C, to provide instructions for spill response. Then fourth one, all of the above. Answer, all of the above. Seventh question ചോദിച്ചു. First question കിട്ടിയോ? What is the purpose of labeling and signage? Signage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പബ്ലിക്കിനൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്ന ലേബല്. എന്ന് പറയുന്നത്. അപ്പൊ സെവൻത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു, which of the following is an example of a non-hazardous waste? മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾ നോട്ട് ചെയ്യണമെന്ന് തന്നെ ഇല്ല ശരിക്കും. എന്താണ് which of the following is an examples of non-hazardous? അപകടകരമല്ലാത്ത വേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സാധാരണ ഉള്ള ഫുഡ് വേസ്റ്റും പേപ്പർ വേസ്റ്റും ഗ്ലാസ് വേസ്റ്റ് ഒക്കെയാണ്. Food waste, paper waste, glass waste, all of the above. Video, seventh point, seventh question. Which of the following is an example of a non-hazardous waste? Easy question another. Food waste, paper waste, glass waste, all of the above. Okay, Lane. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വില്ലേജ് വേസ്റ്റ് നമുക്ക് എന്താ പറയാ അവസാനിപ്പിക്കാനോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നിങ്ങളെല്ലാം ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. സെവൻത്തിന്റെ ഹലോ പറയാം. ക്ലാസ്സുകൾ എന്തായാലും ഗൂഗിൾ ക്ലാസ്സിൽ ഉണ്ടാവും. സെവൻത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. അതായത് ഫുഡ് വേസ്റ്റും പേപ്പർ വേസ്റ്റും ഗ്ലാസ് വേസ്റ്റും എല്ലാം എന്താ? നോൺ ഹസാർഡ്സ് വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇത് എന്താ പറയുക, വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ അല്ലേ? നമുക്ക് അടുത്തത് എന്താ എടുക്കുക? അടുത്തൊരു ചാപ്റ്റർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് ടൈമിൽ വരെ കൊണ്ടുവരേണ്ടത് എനിക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ടൈമിൽ നമുക്ക് വേണ്ടത് എന്താ? ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതാണ് കൊണ്ടുവരേണ്ടത്, PDF ആയിട്ട് എടുത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതാണ് നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോകുന്നത്. ചാപ്റ്റർ 3, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ നെക്സ്റ്റ് എന്റെ ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ ഇത് കൊണ്ടുവരാം. 3 ആണ്, ഫസ്റ്റ് മൊഡ്യൂളിലാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക ലെങ്തി ചാപ്റ്റർ ആയ വില്ലേജ് വേസ്റ്റ് നിർത്തിയിട്ട് ഒരു ചെറിയ ചാപ്റ്റർ എടുക്കുകയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾ കുറെ നാളായി വില്ലേജ് വേസ്റ്റ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ചാപ്റ്ററിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈമില് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ചാപ്റ്റർ 3 നമുക്ക് എടുക്കാം. അപ്പൊ ക്ലോസ് ചെയ്യട്ടെ? ഓക്കെ അല്ലേ? അവസാനിപ്പിക്കട്ടെ? ഓക്കെ, ഓക്കെ, ബൈ.